അങ്ങനെ എനിക്ക് തോന്നുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അൽമസ്കറ്റ് സീരീസ് അല്ലെങ്കിൽ നമ്മുടെ ഇടവഴികൾ തേടിയുള്ള സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മുടെ അൽമസ്കറ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഏത് വ്ളോഗാണ് വന്നത്, ഒന്നെങ്കിൽ ഓണത്തിൻ്റെ ആയിരിക്കും. ഓണം കഴിഞ്ഞിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അൽമസ്കറ്റ് സീരീസ് എടുത്തിട്ട് ഇപ്പോൾ 3 ആഴ്ച ഉണ്ടായി. നടപ്പും നിന്നിട്ട് തന്നെ ഇപ്പോൾ 4-5 ആഴ്ച. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ രാവിലെ തന്നെ വ്ളോഗ് എടുക്കും. ഇപ്പോൾ സമയം ഇവിടെ ഇല്ല, ഇപ്പോൾ നാട്ടിലെ സമയം 9:32. ഇവിടെ 8:15 8:15 കണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മറ്റേ ഫോണാണ് ഇതിലിപ്പോൾ 9:32 ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഐസപ്പതേ നമ്മൾ ഒരാളെ തിരക്കി ഇറങ്ങിയതാണ്. അത് നടക്കണം. ഞാൻ നടക്കാൻ വിട്ടതാണ്. നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിൽ. ഇവിടെ വാ, അങ്ങോട്ട് പോകണ്ട. വെയിൽ കയ്യിൽ മുരിഞ്ഞക്കോലും പിടിച്ചോണ്ട് നടപ്പോട്ട്. ഇവിടെ വാ. ഉമ്മാൻ എന്താ വെയില്, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അത് ചൂടില്ല, നമ്മൾ രാവിലത്തെ വെയിലാണ് ഈ കാണുന്നത്. ഗൈസ്, ഞാൻ വെറുതെ ഒന്ന് നടക്കാറിങ്ങിയത്. അതായത് അവളിപ്പോൾ അപ്പുറത്തോട്ട് പോയി, അപ്പം നമ്മൾ വെറുതെ ഇങ്ങോട്ടൊന്ന് നടക്കാറിങ്ങിയത്. അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മറ്റേ വണ്ടി കിടക്കും. അപ്പം ഈ ഒരു വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിടപ്പുണ്ട്. ഈ ടൊയോട്ടയുടെ ഹൈലക്സ് അല്ലേ ഇത്? അത് തന്നെ ഹൈലക്സ്. അങ്ങോട്ട് നോക്കിയിട്ട് കണ്ണാണാൻ മേലെ. ചൂടില്ല, പക്ഷെ വെയിലാണ് ഉള്ളത്. ഇങ്ങോട്ട് നോക്കിയിട്ടും അത് തന്നെ അവസ്ഥ. ഗൈസ്, ബൈ ദ വേ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് ഈ വ്ളോഗ് സെറ്റാക്കിയത്. അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തേക്ക് രാവിലെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നൊരു ലൈവ് എന്തായാലും വരും. ഇന്ന് എത്രാം തീയതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയല്ലേ? അത് തന്നെ, ഇന്ന് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ചയാണ്. പക്ഷെ നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്ക് ആ സംഭവം നടന്നിട്ടുണ്ടാകുമ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്തായാലും നടന്നിട്ടുണ്ടാകും. അതായത് നമ്മുടെ 2 ചാനലിൻ്റെ പേരങ്ങ് മാറ്റുകയാണ്. അതായത് വിസാർഡ് വ്ളോഗ്സ് ആൻഡ് ട്രാവൽസും ഡാർക്ക് വിസാർഡ് 80 എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാനലിൻ്റെ പേര്. ഗെയിമിംഗ് ചാനൽ ഡാർക്ക് വിസാർഡ് 80 എന്നും വ്ളോഗ് ചാനൽ വിസാർഡ് വ്ളോഗ്സ് ആൻഡ് ട്രാവൽസ് എന്നാണ്. പിന്നെ ഞാൻ എന്താ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിട്ടപ്പോൾ തന്നെ ഞാൻ മാറ്റണമെന്ന് വിചാരിച്ച കാര്യം, നമ്മൾ ഓൾറെഡി ഗെയിമിംഗ് ചാനലിൽ 2ാമത്തെ പേരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഡാർക്ക് ഫസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേര് ഷാഡോ ഫൈറ്റർ എന്നായിരുന്നു. അത് മാറ്റിയാണ് ഡാർക്ക് വിസാർഡ് 80 എന്നാക്കിയത്. പിന്നെ അങ്ങനെ ഒരു പേരുള്ളതുകൊണ്ടാണ് വിസാർഡ് വ്ളോഗ്സ് എന്നാക്കിപ്പോയത്. ഓക്കെ, ആ ഒരു പേര് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ അതിൽ നിന്ന് വെച്ചൊരു പേരാണ് വിസാർഡ് വ്ളോഗ്സ് ആൻഡ് ട്രാവൽസ് എന്നും പറഞ്ഞ് നമ്മളെ വ്ളോഗ് ചാനൽ തുടങ്ങിയത്. ഓക്കെ, മസ്കറ്റ് ഫാമിലി പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ അതൊരു ഫാമിലി ചാനൽ ആയതുകൊണ്ട് നമ്മൾ അൽമസ്കറ്റ് ഫാമിലി, അതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ചാനലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഫാമിലി ചാനലിൻ്റെ കാര്യമല്ല, നമ്മുടെ ചാനലിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ 2 ചാനലിലും പേര് മാറ്റണമെന്ന് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തോന്നിയപ്പോഴൊരു പേരിട്ടാണ്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, പലരും എന്നോട് അമ്മ പലതവണ ചോദിച്ചിട്ടുണ്ട്, ഈ ഡാർക്ക് സാഡെന്നൊക്കെ എന്തിനാണ് ഇടുന്നത്, വേറെ എന്തെങ്കിലും പേരിട്ടൂടെ എന്നൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട് അമ്മ. പണ്ടല്ല, ഒരു ടൈം വരെ എൻ്റെ ചാനലിൻ്റെ പേര് അമ്മയ്ക്ക് അറിയാവുന്ന, എൻ്റെ ചാനലിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ ചോദിച്ചിട്ടുണ്ട്, ആരാ വിസാഡ് അല്ലെങ്കിൽ ആരാ ഈ ഡാർക്ക് സാഡെന്നൊക്കെ പറഞ്ഞിരുന്നത്, എന്തിനാണ് അങ്ങനെ ഇടുന്നത്, നിൻ്റെ പേര് വെച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ചോദിക്കാറുണ്ട്, ആ പേര് മാറ്റണം അന്നേരം ഞാൻ എന്നുവെച്ചാൽ എനിക്കും പേര് മാറ്റണമെന്നുണ്ട്. പക്ഷെ അന്നേരമൊന്നും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ ഇപ്പം പലരും നമ്മളിപ്പോൾ ഇവിടെ ചിലർക്ക് ഇപ്പം നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തരടുത്ത് പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചേച്ചി പറയും, ഇപ്പോൾ ഇവനിങ്ങനെ ചാനലുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പം അവരോടൊക്കെ പറയും. ഞാൻ ബർത്ത്ഡേയുടെ ഒന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ചേച്ചിയുടെ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് ഇതുപോലെ ഇങ്ങനൊരു ചാനലുണ്ട്, ഇവനൊരു ചാനലുണ്ട്, അതിന് വേണ്ടി അവൻ വീഡിയോ എടുക്കുന്നത് ആരൊക്കെ പറഞ്ഞു, എന്തൊരു ടോക്കിൽ അവർ പറഞ്ഞു. ഞാൻ പറയില്ല, ഞാനായിട്ട് ആരോടും ഇപ്പോൾ ചാനലിൻ്റെ കാര്യം പറയില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, എനിക്ക് ചാനലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്,
നമ്മുടെ കണ്ടൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും പറഞ്ഞു ജയിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞു ജയിക്കുമ്പോൾ അത് ഡെഡ് സബ്സ്ക്രൈബറാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ കൈ വെക്കണം അമ്മേനെ കളിയാക്കാൻ വേണ്ടിയിട്ടും ട്രോളാണ് ഇങ്ങനെ വെക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കൈ കഴിക്കുന്ന ഒരു മിനിറ്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കാവും വെച്ച് കഴിഞ്ഞാൽ വെട്ടം കിട്ടിയല്ലോ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഡെഡ് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവം വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആരോടും ഇവിടെ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ. പക്ഷേ ചാനലിൻ്റെ പേര് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് ഈ അടുത്ത് ഞാൻ എന്തോ ഇതുപോലെ ചാനലിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നോട് ആരോ പറഞ്ഞു എന്തുവാടാ ഈ വിസാഡെന്നും ഈ ഡാർക്ക് വിസാഡെന്നൊക്കെ പറഞ്ഞ് എന്തിനെങ്ങനെ ഇടുന്നത്, നിനക്ക് നിൻ്റെ പേരിട്ടൂടെ എന്ന് ഒരാൾ ചോദിച്ചു ഇങ്ങനെ ടോക്ക് വന്നപ്പോൾ. എന്നിട്ട് അന്നേരം പിന്നെ ഒന്ന് റീതിങ്ക് ചെയ്തു. സോ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം എന്തായാലും മാറും. ഞാൻ ആലോചിച്ചു, ഞാൻ ആ പേര് വെറുതെ അന്ന് റാൻഡമായിട്ട് ഇട്ടതാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ അർത്ഥമൊന്നും കണ്ടിട്ടൊന്നുമല്ല. അർത്ഥം ഏതാണ്ടൊക്കെ ഉണ്ട്. വിസാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാനിലെ വിസാഡിനെ വെച്ചാണ് നമ്മൾ ആ പേരിട്ടത്. പക്ഷേ ഡാർക്ക് വിസാഡപ്പം വിസാഡ് വ്ളോഗ്സ് എന്നൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കും നമ്മുടെ ചാനലല്ലാത്ത പോലത്തെ ഒരു ഫീലിങ്. വിസാഡ് വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ടൊരു ബന്ധം പോലും ഇല്ല. അതായത് എൻ്റെ പേരുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പേരാണ് പോയിരിക്കുന്നത്. ഇപ്പം പലരുടെയും ചാനലിപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പം എന്തായാലും ഇപ്പം ഉണ്ണീസ് വ്ളോഗെന്നോ ഉണ്ണീസ് ചാനലെന്നോ അല്ലെങ്കിൽ കാർത്തിക് സൂര്യ വ്ളോഗ്സ് എന്നോ അപ്പോൾ അവരുടേതായ പേരൊക്കെ വെച്ച് ഇപ്പം മിക്കവരുടെ ചാനൽ എനിക്ക് തോന്നുന്ന അവരുടെ പേര് വെച്ചായിരിക്കും. ഗെയിമിങ് ചാനലും ഒന്നെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള പേരായിരിക്കും, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ളവരായിരിക്കും. എനിക്കൊന്ന് ഈഗിൾ മാത്രമേ ഉള്ളൂ. ഈഗിളൊന്നും പേര് അല്ല ഡ്രീമർ എന്നൊക്കെ അവരൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പേരൊക്കെ തന്നെ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഡാർക്ക് വിസാഡായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കതൊരു ഇതായിട്ട് പോലെ നിൽക്കുന്നു. സോ അതുകൊണ്ട് ഒരു പേര് മാറ്റുന്നതായിട്ടൊരു പരിപാടി വരുന്നുണ്ട്. എന്നാലും ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങളെന്തായാലും അത് പേര് മാറ്റിയിട്ടുണ്ടാകും. കാര്യം ഓൾറെഡി 3-ാം തീയതി വരെ കണക്കെ വ്ളോഗ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നെന്തായാലും ലൈവ് വരും. നമ്മൾ ഓൾറെഡി തമ്നെയിലും എന്താ പറയുന്നത്, നമ്മളെ ലോഗോ 2 ചാനൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരും. പക്ഷെ നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്ക് ഓൾറെഡി ലോഗോ ചെയ്ത് പേരൊക്കെ മാറിയിട്ടുണ്ടാകും. സോ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ എന്തായാലും പറയും. നിങ്ങളെന്തായാലും കാണുക. എന്തായാലും ഇനി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും ഓൾറെഡി എന്താ പറയുക ലൈവും കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെന്തായാലും എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പേരായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ പണ്ടല്ല എൻ്റെ ഒരു പേഴ്സണൽ ഐ ഡി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. എൻ്റെ പഴയ ഇൻസ്റ്റ ഐ ഡിയുടെ ആ ഒരു പേര് അങ്ങോട്ട് എടുത്ത് വെച്ചു. കൃഷ് ഹരി വൈറ്റി എന്നാണ് ഗെയിമിംഗ് ചാനലിൻ്റെ പേര്. അതുപോലെ കൃഷ് ഹരി വ്ളോഗ്സ് ആൻഡ് ട്രാവൽസ് വെക്കണോ വേണ്ടതെന്നൊരു ആലോചനയുണ്ട്. കൃഷ് ഹരി വ്ളോഗ്സ് എന്നും വയ്ക്കാം, കൃഷ് ഹരി വ്ളോഗ്സ് എന്നാണ് വ്ളോഗ് ചാനലിൻ്റെ പേര്. കൃഷ് ഹരി വൈറ്റി എന്നാണ് ചാനലിൻ്റെ പേര്. ഹരികൃഷ്ണനെ അങ്ങോട്ട് തിരിച്ച് മോഡേണിലൊക്കെ തിരിച്ചെടുത്തു. ഹരികൃഷ്ണൻ കൃഷ് ഹരി എന്നാക്കി. ഓക്കെ, അതായത് എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൃഷ് ഹരി DW എന്നായിരുന്നു എൻ്റെ നമ്മുടെ പേഴ്സണൽ ഇൻസ്റ്റ ഐ ഡി പണ്ടത്തെ ആയിരുന്നു. ഇപ്പം ഞാൻ മാറ്റി ദിവസാടെന്നാക്കി. ഇനി അതും മാറ്റേണ്ടി വരും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം വേറെ എന്താ പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഇന്ന് ലൈവ് വരും. നിങ്ങൾ ലൈവ് വരുമ്പോൾ കാണാം. ഇന്നെന്തായാലും വൈകിട്ട് ലൈവ് വരും. ഇന്നലെ ലൈവ് വരാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഷോർട്സ് കണ്ടന്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ CDയുടെ ഒരു മെയിൻ കണ്ടന്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി വെർഷൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ CDയുടെ കണ്ടന്റ് കഴിയുമ്പോഴാണ് കാണത്തുള്ളൂ. അതെനിക്ക് തോന്നുന്നു എന്നായിരുന്നു 24-ാം തീയതി 24-ാം തീയതി CD വരും. 27-ാം തീയതി മറ്റേ ഷോർട്സും വരും. അപ്പോൾ നിങ്ങളത് കാണുമായിരിക്കും. ഈ മാസം 27-ാം തീയതി വരും. പക്ഷേ ഈ വ്ളോഗ് വരുന്നത് എനിക്ക് തോന്നുന്നത് 3-ാം തീയതി വരെ എനിക്ക് തോന്നുന്നു വ്ളോഗ് സെറ്റാണ്. ഏതൊരു ഷോർട്സ് കൂടെ ഉണ്ട്. 3-ാം തീയതിയാണ് 8-ാം തീയതി ആണെന്ന് അറിയില്ല. 8-ാം തീയതി വരെ ഒരു ഷോർട്സ് ഉണ്ട്. 8 കഴിഞ്ഞിട്ടായിരിക്കും എന്നെ. അപ്പം 8, 9, 10-ാം തീയതി ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അടുത്ത മാസം 10 ഒക്ടോബർ 10-ാം തീയതിയാണ് നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പോഴത്തേക്കും എന്തായാലും അപ്ഡേറ്റ് ആയി കാണും. ഡേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ഒക്ടോബറിലായിരിക്കും നിങ്ങൾ കാണണം. എനിക്ക് തോന്നുന്നത് 8, 9, 10 ആയിരിക്കും. നമ്മൾ 3 ദിവസം ഗ്യാപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ 8-ാം തീയതി അല്ല, 8-ാം തീയതി ഒരു ഷോർട്സിനെ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നെങ്കിൽ 10-ാം തീയതി ആയിരിക്കും നിങ്ങൾ വ്ളോഗ് കാണുക. അടുത്ത മാസം 10-ാം തീയതി ഒക്ടോബർ 10-ന്. അന്നേരത്തേക്ക് ചേഞ്ചൊക്കെ ആയി കാണും ഓൾറെഡി. അപ്പം
ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാര്യം വേറൊന്നുമില്ല. നമ്മൾ പോയി വൈകിട്ട് നടക്കാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറേ നാളായി നടക്കാൻ പുറത്തോട്ടിറങ്ങിയിട്ട് ഇപ്പം ഇവിടെ തന്നെ വെറുതെ നടക്കും. നമ്മളിപ്പം ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മാത്രമേ ഉള്ളൂ. നമ്മളെ അൽമസ്കർ സീരീസ് ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ അതാണ്ട് ഒരാൾ പ്രാവ് നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. പ്രാവ് മേലിയിരിക്കുന്നു, അതിനെ നിരീക്ഷിക്കാൻ വന്നതാണ്. എന്തോ തപ്പിപ്പറക്കമുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. ഇന്ത്യൻ സമയം 10:41 ഇവിടെ എനിക്ക് തോന്നുന്നു 8:45 അടുപ്പിച്ചായി കാണും. ആ ഫോൺ എൻ്റെ കയ്യിലില്ല, നമ്മൾ കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ 8:40 8:40 9 മണി അടുപ്പിച്ചായി കാണും. ഇതാണ്ട പ്രാവ് നിരീക്ഷണത്തിന് ഒന്നാണ് ഒരാളതെ പ്രാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. കാര്യമായ വീക്ഷണമാണ് പ്രാവ് നിരീക്ഷണം. മുഖം വെറുപ്പിച്ച് നിൽക്കുകയാണല്ലോ. നല്ല കാറ്റയച്ചത് കേട്ടോ. വേറൊരു തുണി കാണിക്കാനായിട്ട് തന്നെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു കാറ്റിൻ്റെ ഇതറിയത്തില്ലായിരിക്കും. പക്ഷെ നല്ല കാറ്റുണ്ട്. ഒറ്റയിടത്തും പറക്കണം. നല്ല കാറ്റ്. വെയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള പോലെ തോന്നും. പക്ഷെ വെയിലില്ല. നല്ല വെയിലും പോലെ തോന്നും. വെയിൽ അതായത് വെട്ടമുണ്ട്, ലൈറ്റുണ്ട്, സൂര്യൻ്റെ. പക്ഷേ ഇത്ര ചൂടില്ല. നല്ല കാറ്റുമുണ്ട്. ഈ ക്ലൈമറ്റ് കൊള്ളാം. ഇതുപോലത്തെ ക്ലൈമറ്റാണ് ഉച്ചയ്ക്കെങ്കിലും കൊള്ളായിരുന്നു. അല്ല വൈകിട്ട് വരെ ഈ ക്ലൈമറ്റ് ആണെങ്കിൽ ഓക്കെ. ഇന്നലെ ഒരുമാതിരി മൂടിയടച്ച് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മഴ പെയ്യുന്നൊക്കെ വിചാരിച്ച് ഇന്നലെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അത് നടന്നില്ല. ഇന്ന് നല്ല വെയിലുമുണ്ട്. പക്ഷേ എന്താ കാണാൻ പറ്റുന്നുണ്ടോ? വെയിലൊന്നുമില്ല, പക്ഷെ ചൂടില്ല, കാറ്റുമുണ്ട്. അതാണ് ക്ലൈമറ്റ്. നടയില്ല. പിന്നെ ഇത്തിരി വലിയ മതിലാണ്. നമുക്കിവിടെ ഇപ്പത്തൊരു വലിയ മതിലുണ്ട്. അവിടെയുണ്ട് ജയിലിൻ്റെ മറ്റേ ഈ ജയിലിൻ്റെ പ്രതികൾ ചാടാതിരിക്കാൻ വേണ്ടി മതിലുണ്ടല്ലോ ജയിലിൻ്റെ, അതുപോലത്തെ മതില. അതാണ് അവിടെ പോയി ആണ് ചെയ്യുന്നത്. പിന്നെ സി ഡി ഒക്കെ പോയി പിടിച്ചോണ്ടിരിക്കുന്നത്. ഏത് സി ഡിയാണ്? സിനിമയുടെ സി ഡിയാണ് കയ്യിരിക്കുന്നത്. ഏത് സിനിമയുടെ സി ഡിയാണ് കയ്യിരിക്കുന്നതാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തോ ഒരു ഏത് സിനിമയുടെ സി ഡിയാണ് കയ്യിരിക്കുന്നത്? ബാലവേരളി അങ്ങനത്തെ ഒരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. 12 മണി നമ്മളപ്പോൾ ഒരു ചെറിയ പരിപാടിയാണ്. അപ്പം അതിന് പോവാണ്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഒരാളുകൂടി ഉച്ചയ്ക്കാകുമ്പോൾ ഓണപ്പരിപാടിയും പിന്നെ അവരുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ എന്തൊക്കെയാണ്. അപ്പം ഞാനുണ്ട്, അളിയനുണ്ട്, പിന്നെ ഇവളും. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അമ്മയൊന്നും വന്നില്ല. ജസ്റ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇനി അവിടെ പോയി പോസ്റ്റ് അടിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താണ് അവസ്ഥ എന്നൊക്കെ. ഇനി അവിടെ പോകുമ്പോഴേ അറിയാം. അവിടെ പോകുമ്പോഴേ ബ്ലോക്കാണ്. എന്തായാലും ഈ ബ്ലോക്കൊന്നും കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് ബിൽഡിങ്. ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ സ്ഥലമെന്ന് പറയുന്നത്. നമ്മളപ്പോൾ ആ ബിൽഡിങ്ങിൽ തപ്പിയാണ് നടക്കുന്നത്. നമ്മുടെ ഇവിടെയാണ് മറ്റേ സ്റ്റാർ സിനിമാസ്, അതായത് നമ്മുടെ ലോക കാണാമെന്നത്, അതുപോലെ തന്നെ JSK കാണാമെന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തെങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർക്കിങ് എവിടെയാണെന്ന് അറിയത്തില്ല ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ഇതൊക്കെ തപ്പി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായിട്ട് കറങ്ങുന്നുണ്ട്. എവിടെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമ്മളിങ്ങോട്ട് പാർക്കിങ്ങിലേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. എന്തായാലും ഇത് ഇപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ കോകിലത്തിൻ്റെ അങ്ങനെ എന്തോ ഓണപ്പരിപാടി, പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ എന്തോ പരിപാടിയാണ്. അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത്. ബിൽഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നു. ഇതോ ഏതാണ്ടാണ്. ഇവിടെ എങ്ങാണ്ടാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്നാണ് ഒരാളെ കച്ചേരം താണ്ടിരിക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ടിരിക്കുക. ചെറുതായിട്ടൊക്കെ ചിരി വരുന്നുണ്ട് അല്ലേ? ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഭയങ്കര വെയിൽ. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ടിക്കുമായിരുന്നു ആൾ. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യണം. ഏത് വണ്ടി? ഏതോ ഒരു വണ്ടി തൊടി പിടിച്ച് കിടക്കണം. എന്താ ഇത്? കോട്ടോ ബൊമ്പം ബിൽഡിംഗ് ആണല്ലോ. ഒന്നെങ്കിൽ വല്ല ഹോളോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ വലിയ നമ്മളവിടെ കോർട്ടൊക്കെ പോയിട്ടിരിക്കും. ഇതുപോലത്തെ ദൂരം മുതുക്ക് ബിൽഡിങ്ങാണ് ഉണ്ടാവും. അതാണ് നമ്മുടെ സ്റ്റാർ സിനിമാസ്. വിദൂരതയിൽ കാണുന്നത് ഇതാണ് സ്റ്റാർ സിനിമാസ്. നമ്മളിവിടെ വന്നാണ് ലോക കണ്ടത്, പിന്നെ JSK കണ്ടത് ഈ സിനിമേസിലാണ്. നമ്മൾ രാത്രിയിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് രാവിലത്തെ ഒരു കുട കമത്തി വെച്ച പോലത്തെ ഒരു സ്ഥലം. അയ്യോ
ഏകദേശം 12:21 നമ്മളപ്പോൾ പുറത്തോട്ട് വന്നു. പുറത്ത് കാണുന്ന വ്യൂ ഇത് ഒന്നാമത്തെ നില, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒന്നാമത്തെ നില. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ എന്തോ ഇത് ഒമാൻ ഹോസ്റ്റിംഗ് ബാങ്കോ, എന്തൊരു ബാങ്ക് ഉണ്ടല്ലോ, എന്തോ ഒരു ബാങ്ക്, ഒമാൻ ഹോസ്റ്റിംഗ് എന്തോ ഒരു ബാങ്ക്. അവിടെ ഭയങ്കര ഒച്ചയും ബഹളമാണ്. അത് കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അവിടെ മുട്ടക്കി അവിടെ ഭയങ്കര പാട്ടും പരിപാടിയൊക്കെയാണ്. പിന്നെ അവിടെ ഫുഡ് കൊടുക്കാൻ വെച്ചത് പരിപാടിയൊക്കെ. അത് കാരണമാണ് ഞാൻ പുറത്തോട്ട് വന്ന്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാം, അതായത് വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അതായിട്ട് ഈ കിടക്കുന്ന ഒരു ജിമ്മിയാണല്ലോ. ജിമ്മി നല്ല കുഞ്ഞു വണ്ടിയല്ലേ ഇത്? 2 സീറ്ററാണോ? അതെ 2 സീറ്റർ അല്ലേ? 2 സീറ്റർ 4 സീറ്ററോ? ഇത് 4 സീറ്റർ അല്ലെന്ന് തോന്നുന്നു. 2 സീറ്റർ അല്ല, 4 സീറ്റർ അല്ലേ ഇത്? ഇവിടെ നമ്മൾ കാണുന്ന ജിമ്മി കുട്ടൊക്കെ മറ്റേ മാക്ര ജിമ്മി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ജിമ്മി അല്ല, മുതുക്ക് ജിമ്മി അല്ലേ? ഇതൊരുമാതിരി കുഞ്ഞ് ജിമ്മി. ഇത് കണ്ട് ഇവിടെ എന്തൊക്കെയോ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ. അത് കാരണം അധികം നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. നല്ല രസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്റ്റാർ സിനിമാസ് ദൂരെ നമ്മൾ ആ പാലത്തിൽ കൂടെ പോകുമ്പോഴാണ് ഞാനിത് കാണിച്ചുകൊണ്ടിരുന്നത്. ആ കാണുന്ന പാലം. ഇവിടെ മുഴുവൻ മറ്റേ അമ്പരചുംബികളെ കെട്ടിടങ്ങളാണ്. ഗവൺമെൻറ് ആണെന്ന് പറയുന്നത്. അവിടെ ദോഫർ ഇൻഷുറൻസ് എന്നും പറഞ്ഞ എന്തോ ഒരു കെട്ടിടം. അവിടെ കൂടെ റോഡ് ഇതുണ്ട്. ഇവിടെയൊക്കെ വലിയ കെട്ടിടങ്ങളാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഫോട്ടോ ഫ്രെയിം, മറ്റേ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ലെവൽ സാധനം ഇതുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലത്തെ കെട്ടിടമുണ്ട്. ഗവൺമെൻറ് കെട്ടിടമാണെന്ന് തോന്നുന്നു. നല്ല കാറ്റ്. അവിടെ എന്തത് അൽഫ ട്രെയിനിങ് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഒരു കഫേ ഉണ്ടല്ലോ. നമ്മൾ അന്ന് പരിപാടി നടത്തിയ സ്ഥലം പോലെ ഇത് ഇച്ചിരി മെനയുണ്ട്. ഇത്തിരി തണലെങ്കിലും ഉണ്ട്. അന്ന് ഞാൻ ഇതുപോലത്തെ സ്ഥലത്ത് വന്നിട്ട് ഇതുപോലൊരു പടിയെ കുത്തിയിരുന്നിട്ട് ഉച്ചയ്ക്കടിക്കുന്ന വെയിൽ എനിക്കാണ് പ്രാന്തം പിടിച്ച് ഫുൾ പോസ്റ്റ്. ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വ്ളോഗ് എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം എനിക്ക് തന്നെ അത് കണ്ടിട്ട് തന്നെ ഭ്രാന്താണ്. കാര്യം ഞാൻ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇവിടെ ഇച്ചിരിയെങ്കിലും ഇറങ്ങിയെങ്കിലും നടക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അന്ന് ഇതുപോലെ ഇവരുടെ എന്തോ പരിപാടിയുടെ എന്തായിരുന്നത്, എന്തത്തിൻ്റെയോ ഒരു വിനായക ചതുർത്ഥി ഏതാണ്ടിൻ്റെ ഒരു പരിപാടിയുടെ ഇതുപോലെ വന്നിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് രാവിലെ വന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് പോരാ, അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ പോരുമെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് ഇരുന്ന് പോസ്റ്റ് അടിച്ച് അവിടെ കുറേ പ്രസംഗം പരിപാടി സംഭവങ്ങളൊക്കെ ആയിട്ട് ബാലഭാരതി ഉണ്ടല്ലോ BJPൻ്റെ, ആ സംഭവമാണ് സെറ്റപ്പ്. എനിക്കങ്ങ് പോസ്റ്റ് അടിച്ച് ഞാൻ പുറത്തിറങ്ങി നടക്കാതെ വിചാരിച്ച് ഇതുപോലത്തെ നല്ല മുതുക്ക് വെയിൽ, കത്തറ വെയിൽ. അത് കാരണം പുറത്ത് ഇറങ്ങാൻ പറ്റിയില്ല. ഫുൾ സീനായത് കേസ് അന്നത്തെ പരിപാടി. ഞാൻ നല്ല രീതിയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോസ്റ്റ് അടിച്ച് കേസ്. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമുണ്ടല്ലോ. ബിൽഡിങ് കൊള്ളാം കേട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ. നല്ലൊരു ഇതുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. 1:55. അയ്യോ എന്തുള്ളത്. ഓക്കെ വന്നു. ഇപ്പോൾ 1:55 കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിന്. അപ്പോൾ പോവുകയാണ് നമ്മൾ വീണ്ടും. നമ്മൾ പോകാൻ വേണ്ടി നിന്നിട്ട് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞപ്പോൾ പരിപാടി. പിന്നെ കൊച്ചിനെയും കൊണ്ട് മറ്റവർ പോകുന്നുണ്ട്. നമ്മളപ്പോൾ പ്രീതിച്ച് രാജേഷൻ, അപ്പോൾ അവരുടെ വണ്ടിയാണിത്. അപ്പോൾ അവർ കൊച്ചിനെയും കൊണ്ട് പോയി. നമ്മൾ രണ്ടുപേരും നമ്മുടെ കാറിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പാൽക്കുപ്പി ഇരിപ്പുണ്ട്. ഞാനിരിക്കണം, കൊച്ചി മറ്റേ വണ്ടിയിലും കയറിപ്പോയി. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നാൽ പിന്നെ പാൽക്കുപ്പിയെങ്കിലും അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ കണ്ട് ബഹളം വെച്ച് നടക്കുവാണ്. പാൽക്കുപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 1:59 ആയിട്ടുണ്ട്. പിന്നെ സദ്യ അടിച്ച് കയറ്റി. നല്ലൊരു സദ്യ ആയിരുന്നു. അവിടെ ഓണപ്പരിപാടിയും പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഇവരുടെ എന്തോ പരിപാടിയൊക്കെ ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ്. നമ്മളപ്പോൾ അതേ വണ്ടി തപ്പിപ്പിടിച്ച് നടക്കുമായിരുന്നു. വണ്ടിയും കിട്ടി. നമ്മളിതേ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇതാണ് പരിപാടി, വേറെ ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടിയും
ഓണാഘോഷവും ഇനി നമ്മുടെ മലയാളി ഓണ സെലിബ്രേഷൻ ഈ അടുത്ത മാസം കണ്ട ഈ മാസം അവസാനം കണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറയുന്നത് കേട്ട്. അതിനി വരുന്നുണ്ട്, അതിന് അതിൻ്റെ വ്ളോഗും വരുമായിരിക്കും. ഞാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ, ഈ മാസം കൊണ്ട് ഞാൻ പോകണമെന്നൊക്കെയാണ് തീരുമാനം. അപ്പോൾ എന്തായാലും എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ വ്ളോഗ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.